രാത്രി 1 മണി. കാറ്റിൻ്റെ നടുവിലൂടെ പോകുന്ന റോഡിൽ അജയ് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കുകയായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം പോലും അതിലൂടെ നീങ്ങാൻ ബുദ്ധിമുട്ടുന്ന വിധം. യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അജയ് ശ്രദ്ധിച്ചു. അവൻ കടന്നു പോയതെന്ന് കരുതിയ അതേ വഴിവളവ് വീണ്ടും തന്നെ മുന്നിൽ. അതേ മരങ്ങൾ, അതേ ശബ്ദമില്ലായ്മ. വഴി അവനെ മുറുകെ പിടിച്ച് തിരികെ കൊണ്ടുവരുന്നുവെന്ന് തോന്നി. അവൻ അല്പം ഭയപ്പെട്ടു. സ്പീഡ് കൂട്ടി. അപ്പോഴാണ് റോഡിൻ്റെ അരികിൽ മഞ്ഞിൽ മുങ്ങിയൊരു രൂപം കാണുന്നത്. വെള്ള സാരി അണിഞ്ഞൊരു സ്ത്രീ. അജയ് ഭീതിയിൽ പിന്നോട്ട് നോക്കാതെ ബൈക്ക് ഓടിച്ചു. പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ അവൻ്റെ പുറകിലേക്ക് അടുക്കുന്നതായി തോന്നി. ഹെൽമറ്റിൻ്റെ ഗ്ലാസ്സിലൂടെ അവൻ ഒരു മങ്ങലായ പ്രതിഫലനം കണ്ടു. അതേ സ്ത്രീ അവൻ്റെ സീറ്റിനരികിൽ ശബ്ദമില്ലാതെ, നിലവിളിക്കാതെ, വായുവിൽ ഒഴുകുന്നത് പോലെ ചേർന്നു നിൽക്കുന്നു. അജയ് ഭീതിയിൽ വേഗം കൂട്ടി. പക്ഷെ വഴിക്ക് ഒടുക്കമില്ല. വീണ്ടും അതേ വളവും, വീണ്ടും അതേ മഞ്ഞുമേ. ബൈക്ക് ഒടുവിൽ സ്വയം മന്ദഗതിയിൽ നിന്നു. അവിടെ വെള്ള സാരി അണിഞ്ഞ ആ സ്ത്രീ അവൻ്റെ പിന്നിൽ നിശ്ചലമായിരിക്കുകയായിരുന്നു. മുഖമിപ്പോഴും ശൂന്യം. അവൾ വളരെ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, "ഇവിടെ നിന്ന് ആരും തിരികെ പോകുന്നില്ല." പിറ്റേന്ന് രാവിലെ റോഡരികിൽ കണ്ടെത്തിയത് ഒറ്റപ്പെട്ട ഒരു ബൈക്ക്. പിന്നിലെ സീറ്റിൽ ആഴത്തിൽ പതിഞ്ഞ നഖപ്പാടുകൾ മാത്രം.